ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് തൊട്ട് സുന്ദരി അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് വെയിറ്റ് ഗെയിൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് എനിക്ക് ഉണ്ട്. കാരണം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് എനിക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശരി, ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ട, അല്ലാതെ പറയാം. അപ്പം എന്ത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം വെയിറ്റ് ഗെയിൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലിപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കറിയാം എനിക്ക് ഈ ക്യാമറയുടെ മുന്നിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് വല്ലാത്ത വെപ്രാളവും നാക്കുള്ളുക്കലൊക്കെ. നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ലൈറ്റിൻ്റെ കുഴപ്പം കാണും, അതെൻ്റെ ഫോണിൻ്റെ ചെറിയ കുഴപ്പം, അതുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ സൗണ്ട്, എനിക്ക് മൈക്കില്ല, കണ്ടില്ല, ഇവിടെ സാധനമൊന്നുമില്ല. അപ്പം ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. പിന്നെ അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വെയിറ്റ് ഗെയിൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വിര ഗുളികയില്ലേ, അത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരിക്കണം. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം കൊക്കോപ്പുഴും നമ്മുടെ ഫുഡ് തിന്നൂല, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ പിടിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെയും പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ 2 രീതിയിൽ വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. 2 രീതി ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഇതിലേത് രീതിയിൽ ഇടണം എന്ന് എനിക്ക് കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ ഇടാമെന്ന്. അപ്പം ഒന്നാമത്തെ വീഡിയോ എന്ന് വെച്ചാൽ, അതിന് ഞാൻ സ്വന്തമായിട്ടൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് മറന്നുപോയി. അത് ഞാനൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല, ഞാൻ പറയാം. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നു വിചാരിച്ചോ, അതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. അലാറം ടൈപ്പ് ഫോം ഞാനൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു എന്നല്ല, സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. അപ്പോൾ അലാറം പോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്കൊരു അലാറം പോലെ. ഞാനാണെങ്കിൽ മുമ്പ് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുണ്ടായിരുന്ന സമയത്ത് ഞാനാണെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ സെർച്ച് ചെയ്യുന്നു, വെയിറ്റ് ഗെയിൻ ചാലഞ്ച് വീഡിയോ ഇൻ 1 വീക്ക് എന്നൊക്കെ. പക്ഷേ വരുന്ന വീഡിയോസൊക്കെ ഭയങ്കര ലെങ്തുള്ള വീഡിയോ. അതുമാത്രമല്ല, എനിക്ക് അങ്ങനത്തെ മുതുക്ക് വീഡിയോകളൊന്നും ഇരുന്ന് കാണാനുള്ള അത്രയും അത്രയും സമയമില്ല, നല്ല മടി കാരണം എനിക്ക് അത്രയും കാണാനുള്ള സാവകാശമില്ല. അതുമല്ല, ഈ വീഡിയോയിലൊക്കെ പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ ബദാം ഷേക്ക്, അങ്ങനെ വലിയ സാധനങ്ങളൊക്കെ അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. എനിക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം വേണ്ട, ഇത് വേണ്ട അങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റേതായ രീതി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് എൻ്റെ രീതിയല്ല. ഞാൻ വെക്കേഷൻ ടൈമിൽ എൻ്റെ അച്ഛമ്മയുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ശരിക്കും ഞാൻ വണ്ണം വെച്ച് തുടങ്ങിയത്. അപ്പോൾ അവിടെ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ചാലഞ്ച് രീതി പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് അച്ഛമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അലാം പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ 8 മണിക്ക് ഞാൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ 8 മണിക്ക് ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചേക്കണം. കാരണം നോട്ടിഫിക്കേഷനാണ് മെയിൻ സംഭവം. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വീഡിയോ ഇട്ടണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കയറി കാണാം, എന്താണോ അതിൽ പറഞ്ഞേക്കുന്ന സംഭവം അത് ഫോളോ ചെയ്യുക. കൃത്യം 8 മണിക്ക് തന്നെ ആഹാരം കഴിക്കുക. അങ്ങനെ ആഹാരം കഴിക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ വീഡിയോ ഇടണോ, അത് ഫസ്റ്റാണ്. ഇനി രണ്ടാമത്തെ, അതോ രാവിലത്തെയും ഞാൻ ഇപ്പോൾ 8 മണിക്ക് നമ്മൾ ആഹാരം കഴിക്കും, അത് കഴിഞ്ഞ് നമ്മൾ 11 മണിക്ക് ആഹാരം കഴിക്കും. അപ്പോൾ ഈ 2 ചേർന്ന് ഒറ്റ വീഡിയോ ആയിട്ട്, അതുപോലെ ഉച്ചയ്ക്കത്തെ ഒറ്റ വീഡിയോ, അങ്ങനെ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, ഈ 3 ഒരേ വീഡിയോയിൽ ഇടണം. സെപ്പറേറ്റ് ആയിട്ട് ഇടണം. അതോ ആഹാരം കഴിക്കുന്നത് 10 മിനിറ്റ് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്യണോ നിങ്ങൾ പറയണം. എന്തായാലും എൻ്റെ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ഒന്നും കാണത്തില്ല, കുഞ്ഞു വീഡിയോ ആയിരിക്കും. ഒരു 3-4 മിനിറ്റേ കാണത്തുള്ളൂ വീഡിയോ. അതുകൊണ്ട് നിങ്ങൾക്ക് കുത്തിയിരുന്ന് ഇത്രയും വീഡിയോ കാണണോ എന്നൊരു തോന്നലിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ചില ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് 2 നേരം 3 നേരം, ചിലർ വെള്ളം മാത്രം കുടിച്ച് കിടക്കുന്ന ചിലരുണ്ട് എന്നെ പോലെ. ഞാൻ പണ്ട് വെള്ളം മാത്രമേ കുടിക്കത്തുള്ളായിരുന്നു. അത് വിശപ്പില്ല, അത് ആഹാരം കഴിക്കണമെന്നില്ലാണ്ടല്ല, എനിക്ക് വിശപ്പില്ലാത്തതുണ്ടോ എന്താണെന്ന് ചോദിക്കരുത്. എനിക്ക് വിശപ്പില്ലായിരുന്നു. വിശപ്പെന്ന് പറഞ്ഞ സാധനം എനിക്കില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ 2 കൂട്ടരാണ് നമ്മുടെ ആഹാരം കഴിക്കുന്നതിനകത്തുള്ളത്. ഒന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ എനിക്ക് വിശപ്പില്ല, എനിക്ക് എന്തോ തിന്നാലും വിശപ്പില്ല, എന്തൊക്കെ ചെയ്താലും എനിക്ക് വിശപ്പില്ല, ഈ ഒരു കാറ്റഗറി. പിന്നെ രണ്ടാമത്തെ, ഞാൻ എത്ര കഴിച്ചിട്ടും വണ്ണം വെക്കുന്നില്ല. ഈ 2 കാറ്റഗറിയാണ് മെയിനായിട്ടുള്ളത്. ഈ 2 പേരെയാണ് എനിക്ക് മെയിനായിട്ട് അറിയാവുന്നത്. ഈ 2 സുഖയുടെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞെട്ടണ്ട. നമ്മൾ ആഹാരം കഴിക്കാൻ പോകുന്നത് 4 നേരമല്ല 5 നേരമല്ല, നമ്മൾ 6 നേരമാണ് ആഹാരം കഴിക്കാൻ പോകുന്നത്. അപ്പം 6 നേരം ചോറോ ഒന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. 6 നേരം നമ്മൾ ചോറല്ല കഴിക്കാൻ പോകുന്നത്. 6 നേരം നമ്മൾ വയറ് ഫില്ല് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന പിള്ളേർക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക് തരും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ പഴം, ഏത്തപ്പഴം നമ്മുടെ മെയിൻ പരിപാടിയായി. ഇത് ഏത്തപ്പഴം വിട്ട് നമുക്കൊരു കളിയില്ല. അപ്പോൾ ഏത്തപ്പഴം ഒന്നെങ്കിൽ കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുക. പിള്ളേർ കളിയാക്കുമോ അല്ലെങ്കിൽ അവർ എന്ത് പറയുക, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ആവശ്യമാണ്. പിന്നെ ചിലർ നമ്മുടെ പ്ലേറ്റിന് കൈയിട്ട് വാഴും, അവർക്ക് വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊണ്ടുപോകണം.
കാരണം നമുക്ക് വണ്ണം വെക്കണമല്ലോ. ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് കുറേ ആൾക്കാർ എന്നെ കളിയാക്കുമായിരുന്നു. കുറേ ആൾക്കാർ പറഞ്ഞു എന്തുവാടെ ഇവിടെ കൊണ്ടുവന്നൊക്കെ ഇരുന്ന് തിന്നുന്നൊക്കെ പറഞ്ഞു. ഞാൻ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർ എൻ്റെ പ്ലേറ്റിൽ നിന്ന് കഴിയിട്ട് വരുമായിരുന്നു. അവർക്ക് ഞാൻ എക്സ്ട്രാ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ഈ കളിയാക്കിയ ആൾക്കാർ പിന്നെ ഞാൻ വണ്ണം വെച്ച് കണ്ടപ്പോഴേക്കും അതിലാണ് വണ്ണം വെച്ചല്ലോ ഇത്ര മാറിപ്പോയോ എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഇടുന്ന ഉടുപ്പൊക്കെ ഭയങ്കര ടൈറ്റ്. ഞാൻ അന്നിട്ട് ഇടുന്ന ഉടുപ്പൊന്നും കയറത്ത് പോലും ഇല്ല. ഭയങ്കര സന്തോഷം. അപ്പം എനിക്ക് നിങ്ങളുടെ പറയാനുള്ള നിങ്ങൾ ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നിങ്ങൾ ഇങ്ങനെ പെൻസിൽ ഫിറ്റിംഗ് പോലെ ഡ്രസ്സാണ്, അതായത് നമ്മുടെ അടുത്ത് ഒട്ടി കിടക്കുന്ന ഡ്രസ്സ് നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും. ആ ഡ്രസ്സ് നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ചാലഞ്ച് തരുന്നതിൻ്റെ അപ്പം നിങ്ങൾ ആ ഡ്രസ്സ് ഇട്ട് നോക്കണം. എന്നിട്ട് നിങ്ങൾ എനിക്ക് റിസൾട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വിട്ടുപോയി. എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ 11 മണിക്ക് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കണം. സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന പിള്ളേർ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ചോറുണ്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് 1 മണിക്കൊക്കെ ഒരു 12:30 1 മണിയൊക്കെ ടൈമിൽ ഫുഡ് നമ്മൾ കോളേജിൽ സ്കൂളിലൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അത്രയും പിന്നെ നമ്മൾ വൈകുന്നേരം വല്ലതും കഴിക്കുന്നത്. വെള്ളം കുടിച്ചാൽ പോലെ കണ്ണുരുത്തുന്ന ടീച്ചർമാരാണ്. അതുകൊണ്ട് അതിനിടയ്ക്കൊന്നും കഴിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് വീട്ടിൽ വന്നാൽ മസ്റ്റായിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് സെയിം പോലെ. പിന്നെ ഈ 11 മണിയുടെയും ഈ വൈകിട്ട് ഫുഡ് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ സ്റ്റുഡൻസ് കോളേജ് പഠിക്കുന്നവർക്കൊക്കെ ആയിട്ട് കുറച്ച് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറേ ആൾക്കാർ ചോദിക്കും എന്തോ ചേച്ചി ഇങ്ങനെ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വണ്ണം വെക്കൂലേ, ഭയങ്കരമായിട്ട് വയറൊക്കെ ചാടൂലേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് അന്ന് ഞാൻ മുമ്പ് വീഡിയോ ഇട്ട ടൈമിൽ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചായിരുന്നു ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ വയറ് ചാടൂലേ എന്നൊക്കെ. സ്വാഭാവികമായിട്ടും വയറ് ചാടും. കാരണം നമ്മൾ ഒട്ടും ആഹാരം കഴിക്കാതെ ഇരുന്നിട്ട് നമ്മൾ ആഹാരം കഴിച്ച് തുടങ്ങുമ്പം അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ആദ്യം വലുതാവുന്ന ഭാഗം നമ്മുടെ വയറാണ്. വയറ് ഭയങ്കരമായിട്ട് വലുതാവും. ഭയങ്കരമായിട്ടൊന്നല്ല, വയറ് വലുതാവും. പിന്നെ നമ്മുടെ ബട്ടക്സ് പോർഷൻ, അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കുറച്ച് പോർഷൻസ് നല്ലപോലെ വണ്ണം വെക്കും. അത് കാണുമ്പോഴത്തേക്കും പിന്നെ ഡബിൾ ചിന്നൊക്കെ ഒരു എൻ്റെ മുഖം കണ്ടോ, എനിക്ക് ഇതിലും വലിയ മുഖമായിരുന്നു. ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തപ്പോഴത്തേക്കും ഒതുങ്ങിയതാണ്. അപ്പം നമുക്ക് ഡബിൾ ചിന്നൊക്കെ വരും. അപ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുമല്ലോ അയ്യോ ഞാൻ എങ്ങനെ ആയാലും എന്ന് വിചാരിക്കരുത്. അത് കുറച്ച് ദിവസത്തേക്ക് മാത്രം കാണും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ എക്സസ് ആയിട്ടുള്ള വണ്ണമല്ല, ബോഡി മൊത്തം സ്പ്രെഡ് ചെയ്ത് ഒരേപോലുള്ള വണ്ണമാവും. അത് കഴിഞ്ഞ് ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മാറും. പിന്നെ മടി വിചാരിക്കരുത്, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കണം. അപ്പം തന്നെ വീഡിയോ എപ്പോഴാണോ വരുന്നത് അപ്പം തന്നെ ചെയ്യണം. അല്ലാതെ നമ്മൾ നോക്കി കണ്ട് ശരി ഞാൻ നാളെ ഫോളോ ചെയ്യും എന്നിട്ട് മറന്നു പോകും. പിന്നെ നമ്മൾ പിന്നെ ഒരു ദിവസം ഫോളോ ചെയ്യാമെന്ന് വിചാരിക്കും, മറന്നു പോകും. അങ്ങനെയൊന്നുമല്ല, നമ്മൾ അപ്പം ഫോളോ ചെയ്യും, അപ്പം ഫോളോ ചെയ്ത് പോവും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പിലുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 2 എണ്ണത്തിനകത്ത് ഏതാണ് ചെയ്യേണ്ടത്, ഏത് രീതിയാണ് നിങ്ങൾക്ക് പറ്റുന്നത്, ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ നാളെ തൊട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഇന്ന് ഓൾറെഡി വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മെസ്സേജ് കുറച്ചിങ്ങനെ വന്നത്, ചേച്ചി ഒരു ഇൻട്രോ വീഡിയോ തരാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, ഞാൻ ഇൻട്രോ വീഡിയോ കൊടുക്കണമല്ലോ. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നാളെ തൊട്ട് ചെയ്യാമല്ലോ. അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓട്സ് വാങ്ങിച്ച് വെക്കണം, പിന്നെ പഴം വാങ്ങിച്ച് വെക്കണം, മുട്ട, പിന്നെ പാല്. ഓട്സ് മസ്റ്റാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇഷ്ടംപോലെ തവണ കഴിച്ചിട്ടുണ്ടായിരുന്നു ഓട്സ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഓട്സ് വാങ്ങിച്ചേക്കണം. പിന്നെ പഴം ഇട്ടൊരു കളിയില്ല, പഴമാണ് നമ്മുടെ മെയിൻ ആൾ. പിന്നെ പാല്, മുട്ട. നമുക്ക് രാവിലെ ചായ ഇടുന്ന പാലുണ്ടല്ലോ, ആ സംഭവം കൊണ്ട് മാറ്റി വെച്ചിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ നാളെ രാവിലെ 8 മണി തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 8 മണിക്ക് 5 മിനിറ്റ് മുന്നേ വീഡിയോ ഇടണം. അതോ രാവിലത്തെ സെക്ഷൻ മൊത്തം ഒരു വീഡിയോ, ഉച്ചയ്ക്കത്തെ സെക്ഷൻ മൊത്തം ഒരു വീഡിയോ, ഗുഡ് നൈറ്റിലെ സെക്ഷൻ മൊത്തം ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്ന് നിങ്ങൾ പറയണം. അതനുസരിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ.